വില കൂടിയ പ്രോഡക്റ്റുകൾ വിൽക്കാനായിട്ട് എപ്പോഴും സെയിൽസ്മാൻ ഒരു സ്ട്രഗിള് ഫേസ് ചെയ്യാറുള്ളതാണ്. എങ്ങനെ കൂട്ടി വിൽക്കാം എന്നുള്ളതല്ല, ഒരിക്കലും അല്ലല്ലോ. ഇപ്പൊ ഇത് 10 രൂപയുടെ സാധനം 100 രൂപക്ക് വിൽക്കാന്നല്ല ഞാൻ പറഞ്ഞത്. വില കൂടിയ സാധനം ഉണ്ടല്ലോ, എന്നാളൊരു 20 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് എങ്ങനെ വിൽക്കാം, അതിൻ്റെ ഒരു സ്ട്രാറ്റജിനെ കുറിച്ചാണ്. ഞാൻ ഈ സ്ട്രാറ്റജി പറയുന്നതിന് മുന്നേ ഞാനൊരു എക്സസൈസ് ചെയ്യാം കേട്ടോ. ഇബാദ് ഭായി ഒന്ന് കണ്ണടയ്ക്കണം. കാണുന്നവരും ഒന്ന് കണ്ണടയ്ക്കണം കേട്ടോ. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ റിയാസ് ഭായ് ആയിട്ടുള്ള എപ്പിസോഡ്സാണ്, പ്ലേലിസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോസ് കിട്ടും. അപ്പോൾ നമ്മളിന്ന് ചോദിക്കാൻ വേണം റിയാസ് ഭായ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിൽസിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വില കൂടിയ പ്രോഡക്റ്റുകൾ വിൽക്കാനായിട്ട് എപ്പോഴും സെയിൽസ്മാൻ ഒരു സ്ട്രഗിള് ഫേസ് ചെയ്യാറുണ്ട്. എങ്ങനെ വില കൂട്ടി വിൽക്കാമെന്നല്ല, വില കൂടിയ പ്രോഡക്റ്റുകൾ എങ്ങനെ വിൽക്കാം എന്നുള്ളതാണ്. എങ്ങനെ കൂട്ടി വിൽക്കാം എന്നുള്ളതല്ല, ഒരിക്കലും അല്ലല്ലോ. ഇപ്പൊ ഇത് 10 രൂപയുടെ സാധനം 100 രൂപക്ക് വിൽക്കാന്നല്ല ഞാൻ പറഞ്ഞത്. വില കൂടിയ സാധനം ഉണ്ടല്ലോ, എന്നാളൊരു 20 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് എങ്ങനെ വിൽക്കാം, അതിൻ്റെ ഒരു സ്ട്രാറ്റജിനെ കുറിച്ചാണ്. ഞാൻ ഈ സ്ട്രാറ്റജി പറയുന്നതിന് മുന്നേ ഞാനൊരു എക്സസൈസ് ചെയ്യാം കേട്ടോ. ഇബാദ് ഭായി ഒന്ന് കണ്ണടയ്ക്കണം. കാണുന്നവരും ഒന്ന് കണ്ണടയ്ക്കണം കേട്ടോ. ഞാൻ കണ്ണടയ്ക്കണം. നിങ്ങളൊരു ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച് ചിന്തിക്കണം. ശരി, നിങ്ങളും ചിന്തിക്കണം കേട്ടോ. ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച് ചിന്തിക്കുക. അതിനകത്ത് ഒരു ഡോക്ടറുണ്ട്, ഒരു നേഴ്സുണ്ട്, ഒരു സർജൻ ഡോക്ടറും ഒരു നേഴ്സും ഉണ്ട്. ചിന്തിച്ചോ? നിങ്ങൾ ചിന്തിച്ചോ? കണ്ണടക്കടേ? ഇനി കണ്ണോർന്നോളൂ. ഓക്കെ. ഇബാദ് ഭായി ചിന്തിച്ച ആ ഡോക്ടർ, ഒരു നഴ്സ്. ഡോക്ടർ മെയിലായിരുന്നോ നഴ്സ് ഫീമെയിലായിരുന്നോ? നഴ്സ് ഫീമെയിലായിരുന്നു. ഡോക്ടർ മെയിലായിരുന്നു. നിങ്ങൾ ചിന്തിച്ച ഭൂരിഭാഗം പ്രേക്ഷകരും, നമ്മളെ കാണുന്ന ഒരു 99% ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ടാകുക ഒരു മെയിൽ ഡോക്ടറും ഒരു ഫീമെയിൽ നഴ്സുമായിരിക്കും അല്ലേ? ഓബ്വിയസ്ലി ആയിരിക്കും. ഒരു ഫീമെയിൽ ഡോക്ടറും ഫീമെയിൽ നഴ്സും ആയിക്കൂടായിരുന്നോ ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത്? ആകാം. ഒരു മെയിൽ ഡോക്ടറും മെയിൽ നഴ്സും ആയിക്കൂടായിരുന്നോ? അതും ആകാം. ഒരു ഫീമെയിൽ ഡോക്ടർ സർജനും ഒരു മെയിൽ നഴ്സും ആയിക്കൂടായിരുന്നോ? ആകാം. പോസിബിലിറ്റി ഉണ്ട്. 3 പോസിബിലിറ്റി നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ അവസാനം എടുത്ത പോസിബിലിറ്റി ഒരു മെയിൽ ഡോക്ടറും ഫീമെയിൽ നഴ്സുമാണ്. 4 പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ എടുത്ത പോസിബിലിറ്റി ഒരെണ്ണം. അതെ. അതിൻ്റെ അപ്പുറത്ത് 3 വേറെ പോസിബിലിറ്റി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പോസിബിലിറ്റി മാത്രം എടുത്തതെന്ന് ചോദിച്ചാൽ, നമ്മൾ അങ്ങനെയാണ് കാണാനും വിശ്വസിക്കാനും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് സൊസൈറ്റി. നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുക സൊസൈറ്റി. ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെ വിശ്വസിച്ചോളാം. ഡോക്ടർ എന്ന് പറഞ്ഞാൽ മെയിലാണ്, നഴ്സ് എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ്. അങ്ങനെയാണ് നമ്മളെ സൊസൈറ്റി കണ്ടീഷൻ ചെയ്തിട്ടുള്ളത്. ത്രൂ മീഡിയ, ത്രൂ അവർ വിഷ്വൽ എക്സ്പീരിയൻസ്, ത്രൂ അവർ ഹിയർസേ, നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളത് എക്സ്പീരിയൻസിലൂടെ നമ്മൾ വിശ്വസിച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് എന്ത്, ഇങ്ങനെ ഡോക്ടർ ആണാണെന്നും നഴ്സ് പെണ്ണാണെന്നും. അതേപോലെ തന്നെ നമ്മൾ കേട്ടും അറിഞ്ഞും കണ്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വിശ്വാസമാണ് എന്താണ്, പ്രീമിയം പ്രോഡക്റ്റ് വിൽക്കൽ പാടാണ്. ഈ വിശ്വാസം എന്ത് വില കൂടിയ പണിപാളും എന്നൊരു വിശ്വാസം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഇനി എന്ത് ചിന്തിക്കാൻ സാധിക്കും? ഇപ്പം നിങ്ങൾ നേരത്തെ നമ്മളെല്ലാവരും ചിന്തിച്ചതുപോലെ, ഡോക്ടർ ആണെന്നും നഴ്സ് പെണ്ണെന്നും ചിന്തിച്ചതുപോലെ, ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഓഫർ ചെയ്യാൻ പോകുന്നെങ്കിൽ നമ്മൾക്ക് ചിന്ത വരും ഇത് പാടാണെന്ന്. അതെ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം പാടായിരിക്കും. പറ്റില്ല, വില കൂടുതലാണ്. ഞാൻ തന്നെ സ്വയം തോൽവി സമ്മതിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും പ്രീമിയം പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ ഞാൻ പോകുന്നത്. അപ്പം നടക്കില്ലെന്നേ. പെർസ്പെക്റ്റീവ്സ് ചേഞ്ച് ചെയ്യണം.
ഞാൻ പറയുന്നത് നിങ്ങളൊരു പോസിറ്റീവ് തിങ്കർ ആകണം, എപ്പോഴും പോസിറ്റിവിറ്റി ബിൽഡ് ചെയ്യണം, നടക്കില്ല. മനുഷ്യരല്ലേ? മനുഷ്യരല്ലേ, നെഗറ്റീവിലേക്ക് പോകാം. യു ആൾ ആർ നെഗറ്റീവ്ലി വയർഡ്, സാരില്ല. നെഗറ്റീവ് തിങ്കർ ആകുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഞാനിപ്പോൾ പറയാണ്, ഇതിപ്പോൾ സാധാരണ ട്രെയിനിങ് സൈക്കോളജിയിൽ നിന്ന് തിരിച്ചു പറയാം, നിങ്ങൾ നെഗറ്റീവ് തിങ്കർ ആയിക്കോ. കാരണം നമ്മൾ നെഗറ്റീവ്ലി വയർഡാണ്. പക്ഷേ പോസിബിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കാമല്ലോ. കറക്റ്റ്. പോസിബിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കാമല്ലോ. നമ്മൾ പോസിറ്റീവ് തിങ്കർ ആവണ്ട, പോസിബിലിറ്റി തിങ്കർ ആയാൽ മതി. ഏത് വിഷയത്തിനും 4 പോസിബിലിറ്റി ഉണ്ടെന്ന് ചിന്തിക്കണം. നേരെയും പുറകിലും വലതും ഇടതും 4 പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ പലപ്പോഴും പുറകിലോട്ടുള്ള പോസിബിലിറ്റിയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. വലതോട്ടും ഇടതോട്ടും ഒന്നും ചിന്തിക്കണമെന്ന് ഞാൻ പറയില്ല. നേരെ ചിന്തിച്ചൂടെ, നേരായൊരു മാർഗത്തെക്കുറിച്ച് ചിന്തിച്ചൂടെ, വേണ്ടതിനെക്കുറിച്ച്, വേണ്ട പോസിബിലിറ്റിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, പെർസ്പെക്റ്റീവ്സ് മാറ്റുക. സ്ട്രാറ്റജി നമുക്ക് പലതും കൊണ്ടുവരാം, പല സ്ട്രാറ്റജിയും കൊണ്ടുവരാം. പല രീതിയിൽ നമുക്ക് നമ്മളുടെ ഈ പറയുന്ന കസ്റ്റമർ സെയിൽസ് ജേർണിയെ നമുക്ക് ഡിസൈൻ ചെയ്യാം. പക്ഷേ ഈ പെർസ്പെക്റ്റീവ് മാറാതെ നമുക്ക് എന്ത് സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടും ആ സ്ട്രാറ്റജി എഫക്റ്റീവ് ആക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ ഒരു പക്ഷേ പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാരെയും എനിക്ക് കമന്റ് ചെയ്യാം, ഇതൊക്കെ പറയാൻ കൊള്ളാം, അതെ, ഇതൊക്കെ നമ്മൾ എത്ര കേട്ടിരിക്കണം, ഇയാള് വന്നിരുന്ന് എന്തൊക്കെ പറയണമെന്ന് പറയാം അല്ലേ? പക്ഷെ അവനും മാറ്റണം. കാരണം എന്തെന്നറിയോ, ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിൽക്കുന്ന ഒരു പ്രൊഫഷൻ, സെയിൽസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളാരും, ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ, പഠിച്ച് അക്കാഡമിക്കലി സർട്ടിഫൈഡ് ആയിട്ട് ഈ പ്രൊഫഷനിൽ നിൽക്കുന്നവരല്ല. നമ്മൾ ഗട്ട് ഫീലിൽ നിൽക്കുന്നവരാണ്. ഞാൻ എപ്പോഴും പറയും, സെയിൽസ്മാൻ ഈസ് ദി മോസ്റ്റ് കറേജിയസ് പേഴ്സൺ. കാരണം പഠിക്കാതെ ഈ ഇൻഡസ്ട്രിയിൽ പെർഫോം ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ സെയിൽസുകാരനാണ്. കാരണം ബാക്കി എല്ലാം പ്രൊഫഷനും അക്കാഡമിക്കലി സർട്ടിഫൈഡ് ആണ്. കൊമേഴ്സ് പഠിച്ചാൽ അക്കൗണ്ടന്റ്. എവിടെ സെയിൽസ് പഠിപ്പിക്കുന്നു? എവിടെ സെയിൽസ് പഠിപ്പിക്കുന്നത്? ആരും സെയിൽസ് പഠിപ്പിക്കില്ല. അപ്പം അങ്ങനെ പഠിക്കാത്ത ഒരു നോഹൗ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് ഇത്തരം കമൻസ് വരും. നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ്, നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞിട്ട് പോവാം. ഞാൻ പറയുന്നത്, ഞാൻ വീഴ്ചയിൽ നിന്ന് ഇത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പ്രീച്ച് ചെയ്യുന്ന ആളാണ്. നിങ്ങളിപ്പോൾ പ്രീമിയത്തിലാ സെല് ചെയ്യണത്? ഞാൻ പ്രീമിയമേ സെല് ചെയ്യുള്ളൂ. ഞാൻ എന്നെ സെല് ചെയ്യുന്നത് പോലും പ്രീമിയമായിട്ടാണ്. ടു ബി വെരി ഫ്രാങ്ക്, എന്നെ കേൾക്കുന്ന ബിസിനസ് ഓണേഴ്സിനോട് പറയാം, ഞാനൊരു പ്രീമിയം പ്രൊഡക്റ്റാണ്. ഞാൻ എൻ്റെ സെയിൽസ് ടീമിനോടും പറയാറുള്ളത്, if you actually have a client negotiating, പ്രൈസിൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ അവരോട് പറയുക, പ്ലീസ് ഡോണ്ട് ടേക്ക് റിയാസ് ആസ് എ പ്രോഡക്റ്റ്. സാറിനെ ചൂസ് ചെയ്യരുത്. കാരണം എന്തെന്നറിയോ, റിയാസ് പ്രീമിയമാണ്. റിയാസിൻ്റെ നിങ്ങൾ എന്തിനാണ് എടുക്കുന്നത്? ബിക്കോസ് റിയാസിനെ എടുത്തിട്ട് നിങ്ങളുടെ സ്റ്റാഫ്സിനെ നെഗോഷിയേറ്റ് ചെയ്യാതെ സെല്ല് ചെയ്യിക്കാൻ വേണ്ടിയാണല്ലോ റിയാസിനെ ചൂസ് ചെയ്യുന്നത്. ആ റിയാസ് തന്നെ ഗതികെട്ടവനാണെങ്കിലോ, ഇത്രയൊക്കെ വേണം ചെയ്യുവോ എന്നുള്ള സാധനം. അതെ, റിയാസ് പോലും ഗതികെട്ട് നിങ്ങൾ പറയുന്ന പ്രൈസിന് സമ്മതിച്ച് ട്രെയിൻ ചെയ്യാൻ വന്നാൽ, ആ റിയാസിനെ കൊണ്ട് അവിടെ ട്രെയിൻ ചെയ്യിച്ചിട്ട് നിങ്ങളുടെ സ്റ്റാഫിന്റെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ബിസിനസ്സിൽ മാറ്റം ഉണ്ടാവുമോ? ഇല്ല, അല്ലേ സാർ? അപ്പൊ അതുകൊണ്ട് സാറിന്റെ പ്രൈസ് ഇതാണ്, സാറിന് വേണമെങ്കിൽ മേടിച്ചോളൂ എന്ന് പറയുന്ന ഒരു അതോറിറ്റേറ്റീവ് പൊസിഷനിലേക്ക് മാറാൻ പറ്റുന്ന ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ ബിൽഡ് ചെയ്യണം. കാഴ്ചപ്പാട്, ഐ ആം ടെല്ലിങ് യു, ആ കാഴ്ചപ്പാടുകളാണ് മാറ്റം വരേണ്ടത്. കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നാൽ സ്ട്രാറ്റജികൾ മാറും. സ്ട്രാറ്റജികൾ ഇപ്പോൾ യുണീക്സ് ആണ്. സ്ട്രാറ്റജി ഭയങ്കര യുണീക്കാണ്. ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ ഇരുന്നിട്ട് എനിക്ക് എൻ്റെ സ്ട്രാറ്റജി വേണമെങ്കിൽ പറയാം. പക്ഷേ ഇബാദ് ബായുടെ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി ഞാൻ പറയുന്നതിന് മുമ്പ് ആ പ്രോസസ്സ് പഠിക്കണം. പല ട്രെയിനേഴ്സും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് കേട്ടോ. ഇത്ര വേദികൾ കിട്ടുമ്പോൾ അവർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ജനറലൈസ് ചെയ്ത് പറയും. നടക്കില്ല അത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു വിഷയം ഞാൻ സോൾവ് ചെയ്തത്, ആ സോൾവ് ചെയ്യാൻ ഉപയോഗിച്ച സ്ട്രാറ്റജി ചിലപ്പോൾ എൻ്റെ അടുത്ത് വർക്കൗട്ട് ആവില്ല, നമ്മുടെ വീട്ടിൽ വർക്കൗട്ട് ആവില്ല. ഇത് തന്നെയാണ് കച്ചവടത്തിലും. അപ്പോൾ എന്ത് ചെയ്യണം? പ്രോസസ്സ് പഠിക്കണം, ബിസിനസ് പഠിക്കണം, പഠിച്ചിട്ട് പറയാൻ ശ്രമിക്കണം. അതിന് ഏറ്റവും പറ്റിയ ആൾ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, തോറ്റവൻ, വീണവൻ. അവനോട് ചോദിച്ചാൽ അവനറിയാം വേദന എന്താ പറ്റിയെന്ന് അറിയാം. അവനാ വേദന അറിയാം, വീണതിൻ്റെ വേദന. ഞാൻ പലപ്പോഴും പല ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ പറയുന്നത്, നിങ്ങൾ സെയിൽസ് ട്രെയിനിങ് അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്ന മേഖലയെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിൽ വീണവൻ, പരാജയപ്പെട്ടവൻ്റെ അടുത്ത് പോയി പഠിക്കണം. കാരണം
അവൻ നിന്നെ ഒരിക്കലും, അവൻ്റെ മനസ്സ് പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗിവർ മൈൻഡ് സെറ്റായിട്ടുള്ള ഒരു സെയിൽസ് ട്രെയിനർ ഒരിക്കലും നിങ്ങളെ പരാജയപ്പെടുത്തില്ല. കാരണം പരാജയപ്പെട്ട വേദന അവന് ഉണ്ടായിരിക്കാം, അവൻ അനുഭവിച്ചിട്ടുണ്ട് പരാജയത്തിൻ്റെ വേദന. ആ വേദന വലിയ ഡീപ്പാണ്. എനിക്കറിയാം റിജക്ഷൻ്റെ പെയിൻ, എനിക്കറിയാം ഈ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് നമ്മളെ മാറ്റി നിർത്തി നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നമ്മളെ സൈഡ് ലൈൻ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വേദന ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ അതിലൂടെയൊക്കെ പോയ ആളാണ്. ഇപ്പോൾ ഞാൻ എൻജിനീയറിങ് പഠിച്ച് എൻജിനീയറിങ് ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് സെയിൽസിലേക്ക് ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്, ഓഹ് ഹക്കീം സാറിൻ്റെ മോൻ പാവം, വീടുകളിൽ തോറും ഇങ്ങനെ തട്ടി കൊട്ടി നടക്കുകയാണ് പാവം, എൻജിനീയറിംഗ് ഒക്കെ പഠിപ്പിക്കാൻ വിട്ട ആളാണ്, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി നമ്മുടെ മുന്നിലുണ്ട്. അത് കണ്ണടയ്ക്കാൻ പറ്റില്ല. സെയിൽസുകാർക്ക് പലപ്പോഴും റെസ്പെക്റ്റ് കിട്ടാറില്ല. അതുകൊണ്ട് പറ്റുന്ന മേഖലയിൽ, പറ്റുന്ന അവസരങ്ങളിൽ, അവസ്ഥയിലൊക്കെ ഞാൻ സെയിൽസുകാർക്ക് വേണ്ടി സംസാരിക്കും. ഇന്നും ഞാൻ മുന്നോട്ട് പോട്ടെ, സംസാരിച്ച് മുന്നോട്ട് പോട്ടെ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇരിക്കാം. താങ്ക് യു.